ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ റോളിംഗ്, അതായത് ഈ പൈസ റോൾ ചെയ്യുന്ന ഒരു പരിപാടി. ഇന്ന് നമ്മുടെ ഈ സമൂഹത്ത് എല്ലാവരും സംസാരിക്കേണ്ട, ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പൈസ റോളിങ്ങിനെ കുറിച്ച്. കാരണം ഇന്നിപ്പോൾ ഏകദേശം ഒരു 25 ടു ഒരു 33-34 വയസ്സായവരുടെ ഇടയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ജനറേഷൻ, ഈ ഒരു ഏജ് ഗ്യാപ്പുള്ളവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പൈസ റോളിംഗ് കൊണ്ടുള്ള ഒരു സമാധാനക്കേട്. ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ പൈസ റോളിംഗ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി കൊണ്ട് ഇന്ന് പലവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ. ചെറുപ്പത്തിൽ ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ വീട്ടുകാർ അറിയേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഒരു ലോക്കലിൽ പെട്ടപ്പോൾ ഒരു 700 രൂപ ഞാൻ റോൾ ചെയ്തിരുന്നു ഒരാളോട്. അന്ന് വരുമാനമൊന്നുമില്ല, എങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കാത്ത റോൾ ചെയ്തു. ഇന്നിപ്പോൾ ഏകദേശം 26 വയസ്സാകുമ്പോൾ ഈവൻ ലക്ഷങ്ങൾ റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് മനസ്സിലാക്കിയിടത്തോളം ഈ റോളിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വരുന്നവർക്ക് സത്യം പറഞ്ഞാൽ അവർ സമാധാനമായിട്ട് ഒരു ദിവസം കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം ഇന്ന് വാങ്ങിച്ച പൈസ നാളെ കൊടുക്കണം, നാളെ വാങ്ങിച്ച പൈസ മറ്റന്നാൾ കൊടുക്കണം, ആ ഒരു അവസ്ഥയിലാണ്. പല ഫാമിലി ലൈഫിലും പല ഇഷ്യൂസും കാര്യങ്ങളും, ഈ പറഞ്ഞ ഡ്രഗ്സിനും പല ആൽക്കഹോളിനും എല്ലാത്തിനും അഡിക്റ്റ് ആവുന്നത് ഇതുകൊണ്ടുള്ള ഒരു ടെൻഷനാണ്. കാരണം അത്രത്തോളം വീർപ്പ് മുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ലോൺ ആപ്പുകളും ഈ പലിശ പരിപാടി എല്ലാത്തിലും പോയി തലയിട്ട് ജീവിതം കളയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഈ റോൾ ചെയ്യുന്ന പലവരും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ന്. അതിൽ ഈ സമൂഹവും വീട്ടുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ കൊണ്ടോ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ടോ പറ്റുന്ന മാത്രം പ്രഷർ കൊടുക്കുക. അതിൽ കൂടുതൽ പ്രഷർ അവർ കൊടുക്കുമ്പോൾ അവരുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന രീതിയായിട്ട് അവർക്കത് ചെയ്യേണ്ടിയും വരും. എന്നാൽ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെയാണ് ഈ റോളിംഗ് സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ റോളിംഗ്, ഈ പൈസൻ്റെ റോളിംഗ് സ്റ്റാർട്ടായി പിന്നെ അത് എത്തുന്നത് ഏത് അവസ്ഥയിലേക്കാണെന്ന് അവർക്കും കൂടി അറിയില്ല. അതുകൊണ്ട് സമൂഹവും ചുറ്റുപാടും എല്ലാവരും മനസ്സിലാക്കുക, അവരവരിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അതല്ലാതെ ഈ പറയുന്ന പോലെ ഒരാൾ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ തലയിൽ മാക്സിമം ഇടാണ്ടിരിക്കുക. കാരണം അങ്ങനെ ഒരു ചുമട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഭാരം പിടിച്ച് നടക്കുന്ന തോളിലേക്ക് നടക്കുന്ന ഒരുപാട് കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട്, കാണുന്നുണ്ട്. സോ ഭയങ്കര ഒരു ഇഷ്യൂ ആണ് ഈ പൈസ റോളിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് സൊസൈറ്റി വീട്ടുകാരൊന്ന് മനസ്സിലാക്കുക. ഓക്കെ.